ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിച്ചിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ചോദ്യം ചെയ്യലിന് ഹാജരായത് ഒളിച്ചല്ല. മൊഴിയെടുപ്പ് നടന്നത് രഹസ്യ കേന്ദ്രത്തിലല്ല. MLA ബോർഡ് വെച്ച കാറിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു ഫയലിലും താൻ ഒപ്പുവെച്ചിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സുനിൽ ഐസക് ചേരുന്നു വിശദാംശങ്ങളും. ശബരിമല സ്വർണ്ണക്കട കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ചോദ്യം ചെയ്തതിനു ശേഷം അത്രയും വിശദമായി ഒരു പ്രതികരണം കടകംപള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. അദ്ദേഹം പറയുന്നത് അന്വേഷണ സംഘത്തിന് മുമ്പിൽ താൻ മൊഴി നൽകിയ വിവരം അറിയുന്നതിൽ മാധ്യമങ്ങൾക്ക് വൈകിപ്പോയി. അതിന്റെ പരിഭ്രമത്തിൽ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ തനിക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സങ്കല്പ കഥകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതിലൊന്നും പ്രതികരിക്കണമെന്നാണ് ആദ്യഘട്ടത്തിൽ താൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. എന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് എന്ന നിർബന്ധമുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നു പറയാം എന്ന ആമുഖത്തിലാണ് അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ താൻ ഹാജരായത്. ഇത് ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിലായിരുന്നില്ല. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തോട് ചേർന്നുള്ള ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് തന്റെ മൊഴി രേഖപ്പെടുത്തിയത്. MLA ബോർഡ് വെച്ച താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കറുത്ത ടൊയോട്ട യാരിസ് കാറിലാണ് താൻ അവിടെ എത്തിയതും മൊഴി നൽകിയ ശേഷം തന്റെ ഓഫീസിലേക്ക് മടങ്ങിപ്പോന്നതും. ഇതൊക്കെ പകൽ വെളിച്ചത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് താൻ രഹസ്യമായി പോയി മൊഴി രേഖപ്പെടുത്തി അല്ലെങ്കിൽ തന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് രഹസ്യ കേന്ദ്രത്തിലായിരുന്നു എന്നുള്ള അടക്കമുള്ള വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ അപേക്ഷയിന്മേൽ പോറ്റിയെ സഹായിക്കണമെന്ന് താൻ എഴുതി ഒപ്പിട്ട് നൽകിയെന്നാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. മാത്രമല്ല ഇതിന്റെ കോപ്പി മാധ്യമങ്ങളുടെ പരിഗണനയിലുമുണ്ട്. അത്തരത്തിൽ താൻ കുറിപ്പ് എഴുതിയ ഒരു അപേക്ഷ ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ചെയ്യാൻ മന്ത്രി നിർദ്ദേശിച്ചതായി സ്വർണ്ണപ്പാളി കൈമാറാൻ ഉത്തരവിട്ട ഫയലുകളിൽ പരാമർശമുണ്ടെന്നാണ് മറ്റൊരു ആരോപണം. അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അതും പുറത്തുവിടണമെന്ന് അദ്ദേഹം മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും വെല്ലുവിളിക്കുന്നുണ്ട്. പിന്നെ സ്പോൺസർഷിപ്പ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു ഫയലിലും താൻ ഒപ്പുവെച്ചിട്ടില്ലെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്.